പാണ്ഡവരുടെ ജീവിതത്തിലൂടെ നമ്മൾ പഠിക്കുന്ന പാഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ലക്ഷ്യം ഭഗവാനാണെങ്കിൽ നമുക്ക് ഒരു ചക്രവർത്തിയായിട്ട് വരെ ഈ ലോകത്തെ ഭരിക്കാം. ഒരു കാട്ടിൽ താമസിക്കുകയാണെങ്കിലും നമുക്ക് സമാധാനത്തോടെ താമസിക്കാം. ഇതിൻ്റെ ഇടയിലാണെങ്കിൽ പോലും, യുദ്ധത്തിൻ്റെ നടുവിലാണെങ്കിൽ പോലും, ഏത് നിമിഷവും ഏത് അവസ്ഥയിലും നമ്മുടെ ബോധത്തെ ഉയർത്തിപ്പിടിക്കാൻ നമ്മൾ പാണ്ഡവരിൽ നിന്ന് പഠിക്കാൻ പറ്റും. കൗരവരുടെ പരാജയം അവിടെയാണ്, പാണ്ഡവരുടെ വിജയം അവിടെയാണ്. ദുര്യോധൻ തുടയും പൊട്ടി കിടക്കുന്ന സമയത്ത് പറയുന്നു, നിങ്ങൾ കുറെ വിധവകളുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നോ, ഞാൻ സന്തോഷിക്കാൻ പോവുകയാണ്. പക്ഷെ ആ മണ്ടൻ ഇതുവരെ മനസ്സിലായില്ല. എന്താ മനസ്സിലാവാത്തത്? പാണ്ഡവരുടെ വിജയം എന്താണ്? പാണ്ഡവർ എപ്പോഴും ഹാപ്പിയായിരുന്നു. അവർ മാനുഷിക മൂല്യങ്ങൾ, ആത്മീയ മൂല്യങ്ങൾ, അതിലാണ് മഹത്വം കൊടുത്തത്. അത് എല്ലാവർക്കും കാണാൻ കഴിയില്ല. എല്ലാവർക്കും ഇന്ദ്രിയ ആസ്വാദനവും പദവികളും ഈ പിടിച്ചടക്കിയതും നേടിയെടുത്തതും ഇതിനെക്കുറിച്ചായിരിക്കും എല്ലാവർക്കും ഓർമ്മ വരുന്നത്. പക്ഷെ ഇതിനപ്പുറത്തായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്, അത് എല്ലാവർക്കും കാണാൻ കഴിയില്ല. അതിന് ഉയർന്ന വീക്ഷണം വേണം. ഇടുങ്ങിയ ചിന്താഗതിയുള്ളവർക്ക് അതൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല. അതിൻ്റെ കുറവ് ഇന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് പൊതുജനങ്ങൾ ഏത് ദിശയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടി ആരെയും എന്തും ചെയ്യാം എന്നുള്ള മാനസികാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഒഴുക്കിൽ നമ്മളും പെട്ടുപോകരുത്.